ഹലോ ഗായ്സ്, വെൽക്കം ടു ലീഡ്സ് അക്കാദമി ട്യൂഷൻസ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഹതാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിരാശ അല്ലേ? ഹതാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശയാണ്. ഏക് വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി. ബൈഠ് ഗയാ താ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇരിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ? അപ്പോൾ ഏതോ ഒരു വ്യക്തി നിരാശയോടുകൂടി അവിടെ എവിടെയോ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കവിതയുടെ ലേഖകൻ എന്ന് പറയുന്നത് നരേഷ് സക്സേന. ഓക്കെ, അതായത് നമ്മുടെ ഈ കവിത ടിപ്പണി രൂപത്തിലാക്കിയിരിക്കുകയാണ്. ഇതൊരു കവിതയായിരുന്നു, അതിനെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്? ഒരു ടിപ്പണിയാക്കി മാറ്റിയിരിക്കുകയാണ്. ടിപ്പണി കേട്ടോ. അപ്പോൾ ഈ ടിപ്പണിയുടെ ലേഖകൻ എന്ന് പറയുന്നത് നരേഷ് സക്സേന ആയിരുന്നു. ഓക്കെ, ഇതിൻ്റെ കവി എന്ന് പറയുന്നത്, ഈ കവിതയുടെ കവി എന്ന് പറയുന്നത് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ആളായിരുന്നു. എന്തായിരുന്നു പേര്? വിനോദ് കുമാർ ശുക്ല. അപ്പം ലേഖകൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ കവിയുടെ പേരെന്താണെന്നൊക്കെ നമ്മളോട് ചോദിക്കാം. ലേഖകൻ നരേഷ് സക്സേനയും അതുപോലെ തന്നെ കവി എന്ന് പറയുന്നത് വിനോദ് കുമാർ ശുക്ല ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കവിതയിലേക്കൊന്ന് പോയാലോ? ഓക്കെ, അപ്പോൾ എല്ലാവരും കവിത നോക്കാം. നമ്മുടെ ടെക്സ്റ്റിലെ ഒരു പിങ്ക് കളറിലൊരു ഭാഗമില്ലേ, അതാണ് നമ്മുടെ കവിത എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, അതായത് നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുകയാണ്. വ്യക്തിക്കോ മേ നഹി ജാൻതാ താ, ആ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിയുകയില്ല. ഹതാശാക്കോ ജാൻതാ താ, പക്ഷെ ആ വ്യക്തിക്ക് എന്തുണ്ട്? ഒരു നിരാശയുണ്ട് എന്നെനിക്ക് അറിയാമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയാ, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു. മേനെ ഹാത്ത് ബഡായ, ഞാൻ കൈകൾ നീട്ടി. മേരാ ഹാത്ത് പകർക്കർ വഹ് കടാ ഹുവാ, ഞാൻ എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തി എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു. മുജെ വഹ് നഹി ജാൻതാ താ, എന്നെ അദ്ദേഹത്തിന് അറിയുക തന്നെയില്ല. മേരെ ഹാത്ത് ബഡാനേക്കോ ജാൻതാ താ, പക്ഷെ ഞാൻ എന്തിനാണ് കൈകൾ നീട്ടിയതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹം ദോനോം സാത്ത് ചലേ, ഞങ്ങൾ രണ്ടുപേരും എന്താണ്? ഒന്നിച്ചങ്ങ് നടന്നു. ദോനോം ഏക് ദൂസരേക്കോ നഹി ജാൻതേ ദേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക തന്നെ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. എന്തായിരുന്നു? സാത്ത് ചലനേക്കോ ജാൻതേ ദേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നടക്കണമെന്ന് അറിയാമായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കവിത എന്ന് പറയുന്നത്. മക്കൾക്ക് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അതായത് നമ്മുടെ ലേഖകൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ ഒരു അപരിചിതനായിട്ടുള്ള ഏതോ ഒരു വ്യക്തിയെ കാണുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഒരു ഹതാശ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഹതാശ? നിരാശ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ലേഖകൻ എന്താണ്? പെട്ടെന്ന് തന്നെ മനസ്സിലായി. അദ്ദേഹം അവിടെ ഭയങ്കര ഗ്ലൂമി ആയിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ലേഖകന് കാര്യം മനസ്സിലായി. അപ്പം നമ്മുടെ ലേഖകൻ എന്ത് ചെയ്തു? നമ്മുടെ അപരിചിതനായ ആ വ്യക്തിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കൈകളൊക്കെ ഒന്ന് നീട്ടിക്കൊടുത്തു. അല്ലാണ്ട് നിങ്ങളുടെ പേരെന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ എവിടുത്തുകാരനാണ് എന്നൊക്കെയാണോ ചോദിച്ചത്? അല്ല, നമ്മുടെ ലേഖകൻ എന്ത് ചെയ്തു? കൈകൾ നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൈകൾ നീട്ടിക്കൊടുത്തപ്പോൾ നമ്മുടെ ആ അപരിചിതനായ വ്യക്തിക്ക് എന്തായിരുന്നു മനസ്സിലായത്? കൈകൾ നീട്ടിയത് തനിക്ക് എഴുന്നേൽക്കാനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ലേഖകന്റെ കൈകൾ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുക ആണ് ചെയ്തത്. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് നടന്ന് പോകുന്നുണ്ട്. മക്കൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമ്മുടെ ലേഖകൻ പറയുന്നത്, നമ്മളൊരു വ്യക്തിയെ സഹായിക്കണമെങ്കിൽ ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ എന്നോ അറിഞ്ഞിട്ടല്ല നമ്മൾ സഹായിക്കേണ്ടത്. മറിച്ച് ആ വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത്? ആ വ്യക്തിക്ക് എന്താണ് നിരാശ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസഹായത എന്താണ്, അല്ലെങ്കിൽ സങ്കടം എന്താണ് എന്നൊക്കെ അറിഞ്ഞു വേണം നമ്മൾ ആ വ്യക്തിയെ സഹായിക്കണം എന്നാണ് നമുക്ക് കവി ഈ കവിതയിലൂടെ പറഞ്ഞ് നൽകുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് കവിതയിൽ കൂടുതലായിട്ട് നമ്മുടെ കവിയെ പറ്റി നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്തായിരുന്നു? ഒരു ടിപ്പണിയാണ്. വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ആൾ എഴുതിയ കവിതയെ നരേഷ് സക്സേന എന്ന് പറയുന്ന ആൾ ടിപ്പണി രൂപത്തിൽ ആക്കിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ വിനോദ് കുമാറിനെ നോക്കാം. വിനോദ് കുമാർ ശുക്ല अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है.
അൻഗടത. അൻഗടത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്താണ്? വൈവിധ്യം എന്നാണ്. അൻഗടത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വൈവിധ്യം. ഓക്കെ. മൗലികത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൂല്യവത്തായ. അതായത് നമ്മുടെ വിനോദ് കുമാർ ശുക്ല തൻ്റെ കവിതകൾ എങ്ങനെയാണ്? പിന്നെ ഈ മൗലികത കെ സാത്ത് നല്ല മൂല്യവത്തായ കാര്യങ്ങളോടൊപ്പം തന്നെ, കവിതകൾ എഴുതുന്നതിൽ നല്ല മൂല്യവത്തായ കാര്യങ്ങളോടൊപ്പം തന്നെ ഭാഷാക്കി അൻഗടത കേലി, ഭാഷയുടെ വൈവിധ്യത്തിലും അദ്ദേഹം എന്തായിരുന്നു? വിഖ്യാത് ഹേ, എന്താണ്? പ്രസിദ്ധനായിരുന്നു. കിന്തു ഈസ് കവിതാമേ മൗലിക് ഹോനെ കെ സാത്ത് ഹി വേ കാവ്യ ശില്പ കെ സിദ്ധ കവി കി തരഹ് ദിഖായി ദേത്തെ ഹേ. അതുപോലെ തന്നെ ഈ കവിതയിൽ മൂല്യത്തോടൊപ്പം തന്നെ കാവ്യശില്പക്കെ, അതായത് നമ്മുടെ കാവ്യശില്പം എന്ന് പറയുന്ന രീതിയിൽ എന്താണ്? സിദ്ധ കവി കെ രൂപമേയും എന്താണ്? ദിക്കായി ദേത്തേഹെ, അതായത് ഒരു നല്ല കവി എന്ന രീതിയിൽ അദ്ദേഹത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പം മനസ്സിലായോ? അതായത് നമ്മുടെ വിനോദ് കുമാർ ശുക്ല എഴുതുന്ന കവിതകളിൽ അതിൻ്റെ മൂല്യം ഒട്ടും ചോർന്നു പോകാത്ത തരത്തിലും, അതുപോലെ തന്നെ ഇതിൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരാനും അദ്ദേഹം ഒരുപാട് ശ്രമിക്കുമായിരുന്നു. ആ ഒരു രീതിയിൽ അദ്ദേഹം എന്താണ്? പ്രശസ്തനായിട്ടുള്ള ഒരു കവി ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം ഇത്തിനെ സഹജ് ഔർ സാഫ് ഹേ, അതായത് ഇത്രയും സഹജവും സാഫ്, അതായത് ശുദ്ധമായിട്ട്, അതായത് ക്ലിയർ ആയിട്ട് നമുക്ക് ആ കവിത വായിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണോ പറയുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് കൂടുതലായിട്ട് എന്ത് വേണ്ട? വ്യാഖ്യാക്കി ദർക്കാർ നെഹേ, കൂടുതലായിട്ട് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യകതയൊന്നും തന്നെ ഇല്ല. सरल शब्दों वाले वाक्य स्वयं ही अपने मर्म कर देते हैं. സരള ശബ്ദമായതുകൊണ്ട് തന്നെ, അത് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ, അല്ല വാക്യമായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? അത് കറക്റ്റായിട്ട് ആ വാക്യം നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ടുള്ള വാക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? കൃത്യമായിട്ട് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ ആ കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. വ്യക്തിക്കോ മേനഹി ജാൻതാദ, ആ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിയുകയില്ല. ഹതാശാക്കോ ജാൻതാദ, പക്ഷെ എന്താണ്? എന്തോ ഒരു നിരാശയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. कहते ही वे जानिने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं. അതായത് ഇവിടെ നമ്മുടെ എന്താണ്? ജാനി പഹചാനി, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാലേ, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന, നമുക്ക് അറിയുക എന്ന് പറയുന്നത് എന്താണ്? പരമ്പരാഗതപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. രൂഢി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതപരം എന്നാണ് കേട്ടോ. പരമ്പരാഗതമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അറിയേണ്ടതെന്ന്. പക്ഷെ അതിനെ എല്ലാം ഇവിടെ നമ്മുടെ കവി എന്ത് ചെയ്തിരിക്കുകയാണ്? തോട് ദേത്തേഹെ, പൊട്ടിച്ചങ്ങ് കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്താണ്? നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ പേര്, നമ്മളിപ്പോൾ ഒരാളെ കാണുക അല്ലേ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരനെ കാണുന്ന സമയത്ത് എടാ നിൻ്റെ പേരെന്താ എന്നല്ലേ ആദ്യം നമ്മൾ ചോദിക്കുക. നീ എവിടുന്നാ വരുന്നേ അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമ്മൾ അവനുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക. പക്ഷെ നമ്മുടെ കവി പറയുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കരുത് നമ്മൾ ഒരു വ്യക്തിയെ അറിയേണ്ടതെന്ന്. ഇപ്പം നോക്കിയേ, ജോ വ്യക്തി കെ നാം പതേ ഉമ്ര ഓഹദെ യാ ജാതി സെ ജാനിനെ കോ ജോഡ്തി ഹേ. ഇവിടെ നമ്മൾ അറിയുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേര്, പതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അഡ്രസ്സ്, ഉമ്ര വയസ്സ്, ഓഹദെ പദവി, ജാതി സെ ജാനിനെ കോ ജോഡ്തി ഹേ, അതായത് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ വയസ്സ്, അതുപോലെ തന്നെ അവരുടെ പദവി സ്റ്റാറ്റസ് എന്താണ്, അതുപോലെ തന്നെ അവർ ഏത് ജാതിക്കാരാണ് എന്നൊക്കെ ആയിരുന്നു നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നത്. പക്ഷേ യദി ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ നിരാശ അസഹായത യാ ഉസ്കെ സങ്കട് സേ നഹി ജാൻതേ തോ ഹം കുച്ച് നഹി ജാൻതേ. അതായത് ഇവിടെ പറയുകയാണ്, നമ്മൾ എന്താണ്? ഒരു വ്യക്തിയുടെ ഹതാശ എന്താണ്, നിരാശ എന്താണ്, സഹായത എന്താണ്, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സങ്കടം എന്താണ് എന്ന് നമുക്കറിയുന്നില്ല എങ്കിൽ നമുക്കിവിടെ ഒന്നും തന്നെ അറിയുന്നില്ല എന്നാണ് നമ്മുടെ കവി പറയുന്നത്. അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്, സड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि
ഉസെ ഹം നഹി ജാൻതെ. അതായത് റോഡിൽ ആക്സിഡന്റ്, ഘായൽ പടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആക്സിഡന്റ് പറ്റി ഒരാൾ അവിടെ കിടക്കുകയാണ്. അപ്പൊ ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, അങ്ങനെ കണ്ടിട്ട് നമ്മൾ ചോദിക്കുക, നോക്കിയിട്ട് നമ്മൾ പറയുകയാണ്, എനിക്ക് ഇയാളെ അറിയില്ല, അതുകൊണ്ട് തന്നെ എന്താണ് അയാളെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞത് കൊണ്ട് വല്ല കഥയുണ്ടോ? ഇല്ല അല്ലേ? അപ്പം അത് തന്നെയാണ് നമ്മുടെ കവിയും പറയുന്നത്. ഇപ്പം നമ്മൾ റോഡിൽ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തിന് വേണ്ടുന്ന വൈദ്യസഹായം കൊടുക്കുകയാണ് എങ്കിൽ ഒരു പക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നമുക്ക് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കൂലേ? മറിച്ച് നമ്മൾ അദ്ദേഹത്തിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അദ്ദേഹം ഒരു പക്ഷെ മരണം സംഭവിച്ച് പോകും. അത് തന്നെയാണ് നമ്മുടെ കവിയും ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി വാസ്തവമേ ഹം ജാൻതേ ഹേ കി യഹ് വ്യക്തി മുസീബത്ത് മേ ഹേ. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ വ്യക്തി എന്തോ ഒരു പ്രയാസത്തിലാണ്, മുസീബത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടിലാണ് ആ വ്യക്തി ഉള്ളത്. അവർ ഹമാരി മദദ് കി ജറൂരത്ത് ഹേ. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നമ്മളുടെ ഹെൽപ്പ്, മദദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹെൽപ്പ്, നമ്മുടെ ഹെൽപ്പിന്റെ ആവശ്യകതയുണ്ട്. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനിനേക്ക് യാദ് ദിലാത്തി ഹേ. ഈ കവിത എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യരായിട്ട് അറിയുക എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തരുന്നത്. യാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓർമ്മപ്പെടുത്തൽ. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആയല്ലോ? അപ്പം നമ്മുടെ കവി പറയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ പേരോ പദവിയോ വയസ്സോ ജാതിയോ ഒന്നും നോക്കിയായിരിക്കരുത്, മറിച്ച് ആ വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, സങ്കടം, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ ആ വ്യക്തിയെ അറിയുവാനായിട്ട് അല്ലെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് എന്നാണ് നമ്മുടെ കവി പറയുന്നത്. ഇനി നോക്കിയ മക്കളെ, ഈ കവിതയുടെ സന്ദേശം എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് എപ്പോഴും ഷുവറായിട്ട് ചോദിക്കും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. कविता का संदेश है कि दो मनुष्यों के बीच मनुष्यता का एहसास मानवीय संवेदना होना जरूरी है. 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതാക്കെ അഹസാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മബന്ധം എന്നാണ് കേട്ടോ. മനുഷ്യത്വത്തിനോടൊപ്പം ആ ഒരു ആത്മബന്ധത്തിനേക്കാളും നമുക്ക് ഉപരിയായിട്ട് മാനവീയ സംവേദന ഹോന ജരൂരി ഹേ, മനുഷ്യത്വപരമായിട്ടുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. മാനവീയ സംവേദന ഹോന ജരൂരി ഹേ. ജരൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം എന്നാണ് കേട്ടോ. ജാൻകാരിയാം ജരൂരി നഹേ. നമുക്ക് ആ വ്യക്തിയെ അറിയണമെന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് നമുക്ക് വേണ്ടത്. കവിതയുടെ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരു ഉപദേശം പോലെ ഒന്നുമല്ല നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്ന ആളുടെ പേര് എന്തായിരുന്നു? ടിപ്പണി എഴുതിയ ലേഖകൻ നരേഷ് സക്സേന. അതുപോലെ തന്നെ ഈ കവിത ആരുടേതായിരുന്നു? വിനോദ് കുമാർ ശുക്ല. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ.